ഷാർജയിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയെ കുത്തിക്കൊന്നിരിക്കുന്നു. കഫേയിലെ ജീവനക്കാരനായ താമരശ്ശേരി ചാലക്കര സ്വദേശി നിഷാദാണ് കൊല്ലപ്പെട്ടത്. സഹപ്രവർത്തകൻ ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഒന്ന്, ഷാർജയിലെ ഒരു മലയാളി യുവാവ് മലയാളിയുടെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത. കോഴിക്കോട് താമരശ്ശേരിയിലുള്ള നിഷാദ് എന്ന പേരിൽ 38 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് കോഴിക്കോടിനുള്ള ഷമീർ എന്നൊരാളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതത്ര. രണ്ടും മലയാളികൾ, രണ്ടും ഒരു ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. നിഷാദ്, അതിന് മുൻപ് നമ്മളൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്, ആ കാര്യം നമുക്ക് പറയാം. സൗദിയിൽ വാഹനാപകടത്തിൽ മലയാളി യുവതി മരിച്ചു. വയനാട് വൈത്തിരി സ്വദേശി ഹിദ നൗറിനാണ് മരിച്ചത്. ദമ്മാം റിയാദ് ഹൈവേയിൽ ഒറൈറയ്ക്കടുത്ത് ഉമുൽ അറാറിൽ വെച്ചാണ് അപകടം. വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന ഒരു നവവധു സൗദിയിലെ ദമാമിൽ വെച്ച് സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ ആ നവവധു മരണപ്പെട്ടു എന്നൊരു വാർത്ത. ഹിദ നൗറിൻ എന്നു പേരുള്ള 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ദമാം റിയാദ് ഉള്ള ഉമ്മുൽ ഹറാം എന്ന് പറയുന്ന ആ ഒരു പാതയിൽ വെച്ചിട്ടാണ് ഇവരും ഭർത്താവ് യാസീനും കൂടി സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ തന്നെ ഈ ഒരു ഹിദ നൗറിൻ എന്നു പേരുള്ള ആ നവവധു മരണപ്പെട്ടു എത്ര. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ യുവതിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ദമാമിൽ വെച്ചിട്ടായിരുന്നു ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. സ്വപ്നങ്ങൾ മാത്രം കണ്ട് നടക്കുന്ന ഒരു പ്രായം, 23 വയസ്സ്. എത്ര പ്രതീക്ഷകൾ ഉണ്ടാവും റബ്ബേ. വയനാടാണ് ഇവരുടെ നാട്ടിലിവിടെ വയനാടാണ്, ഇവരവിടെ സൗദിയിലാണ് ഇവരെ താമസം. ദമാമിൽ വെച്ചിട്ടാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. അങ്ങനെ ഇവർ മാതാപിതാക്കളെ കാണാൻ പോകുമ്പോഴാണ് ഈ വാഹനാപകടം ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെ കബറടക്കുക എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. നമ്മളെല്ലാവരും ആ ഒരു യുവതിക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചത്, സ്വർഗത്തിലൊരു മണവാട്ടിയായിട്ട് ആ പെൺകുട്ടി മാറും. കാരണം ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് സ്വപ്നങ്ങൾ മാത്രം പങ്കുവെച്ച് നടക്കുന്ന ഒരു സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക, എന്നിട്ട് അതിൽ ജീവൻ നഷ്ടപ്പെടുക. ആ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മാനസികാവസ്ഥ. യാസീന, പ്രിയപ്പെട്ട ഭർത്താവ്, അദ്ദേഹം പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കത്തികുത്ത്. അതായത് ഈ കോഴിക്കോട് ഉള്ള 2 പേരാണ്. താമരശ്ശേരിയുള്ള നിഷാദ് എന്ന പേരിൽ 38 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. കുറേ വർഷങ്ങളായിട്ട് ഷാർജയിലുള്ള ഒരു നാദാപുരം സ്വദേശിയുടെ കഫ്തീരിയയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. നാട്ടിൽ ഭാര്യ, മക്കൾ ഇങ്ങനെ കടങ്ങുന്നൊരു സാധാരണ കുടുംബം. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര. അപ്പോൾ കുറച്ചായിട്ട് കൂടെ താമസിക്കുന്ന ഷമീർ എന്നൊരാളുമായിട്ട്, അദ്ദേഹവും കോഴിക്കോട് ഭാഗത്തുള്ള ഒരാൾ തന്നെയാണ്. പല തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരാൾ ജ്യൂസ് മേക്കറാണ്, മറ്റൊരാൾ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു തർക്കമാണ് ഒടുവിൽ കത്തിക്കുത്തിലെത്തുന്നു. ആ ഒരു കത്തിക്കുത്തിനിടയിൽ ഈ നിഷാദ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മരണപ്പെടുന്നു. ഈ ഷമീറിനെ അവിടുത്തെ ഷാർജ പോലീസ് പിടിക്കുന്നു. നിമിഷത്തെ ദേഷ്യം, കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് തമ്മിൽ പല തർക്കങ്ങളും പല പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. കാരണം നമ്മൾ ഒരു ഗർഭപാത്രത്തിൽ പിറന്ന വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളാണെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 2 കുടുംബത്തിൽ പിറന്ന ആളുകളാവും, അഭിപ്രായ വ്യത്യാസം. പക്ഷേ എന്തോ പെട്ടെന്നുള്ള ഒരു ദേഷ്യമായിരിക്കാം ഒരാളുടെ ജീവനം കണ്ടെടുക്കുമ്പോൾ. അനാഥയായി പോകുന്ന മക്കൾ, എന്താ പറയുക, ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു ഭാര്യ, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ ഭാര്യയുടെയും മക്കളുടെയും വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ വീട് പണിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല അത്രേ. ഇന്നത്തെ കാലത്ത് ഗൾഫിലുള്ള ഒരാൾ സാധാരണ 1 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരുന്നവരായിരിക്കാം. ഏകദേശം അങ്ങനെ അത്രയും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും ലോണും ഒക്കെ അടക്കമുള്ള ആളുകളാണെങ്കിൽ 2-2.5 വർഷമൊക്കെ പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അത്തരമൊരു സാധാരണ പ്രവാസി, ആ പ്രവാസിയുടെ ഒരു ഉദാഹരണമാണ് ഈ ഒരു നിഷാദ്. അദ്ദേഹത്തിനാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഈ ഒരു കൊലപാതകം നടത്തിയ ഒരാൾ മുമ്പ് ഏതെങ്കിലും ക്രിമിനൽ ചെയ്ത ആളുകളോ നമ്മുടെ അന്വേഷണത്തിൽ അങ്ങനെയൊന്നും അല്ല, ഒരു സാധാരണക്കാരൻ. പക്ഷേ ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകുന്നു. ഞാൻ വേറൊരു വാർത്ത കേട്ടത്, ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇവനെ ദേഷ്യം പിടിച്ച് കുത്തിയെന്നോ. അതെല്ലാം കടയിലേക്ക് വന്നപ്പോൾ ഉണ്ടായത് തർക്കത്തിലാണ് ഇത് ചെയ്തത്. രണ്ടായാലും ഒരാളെ നമ്മൾ കാരണമില്ലാതെ കൊല്ലണ സമയത്ത് ഒരു സമൂഹത്തെ മുഴുവനും കൊന്നതുപോലെ ആരുടെയൊക്കെ സ്വപ്നങ്ങളെ ഇല്ലാതാവുമെന്ന് അറിയാം. നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആദ്യ പ്രവർത്തനം തന്നെ അടിക്കുക, ഇടിക്കുക, ജീവനെടുക്കുക. ഷാർജ പോലീസിൻ്റെ കയ്യിലൊക്കെ പിടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് ഇതുപോലെ മുമ്പ് ഷാർജ പോലീസിൻ്റെ കയ്യിലകപ്പെട്ടൊരു മലയാളിയുണ്ട്. ആ മലയാളി എൻ്റെ നാടിനടുത്തുള്ള ഒരാളെ തന്നെ കൊന്ന് അയാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. വർഷങ്ങളോളം അയാൾ അവിടെ ജയിലിലാണ്.
ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു 3 റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ വേഗത്തിൽ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൾഫിലുള്ള ഒരു പക്ഷേ ആളുകൾക്ക് അറിയായിരിക്കാം, അവിടെയൊക്കെ കയ്യോട് കൂടിയിട്ട് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതവിടെ പിന്നെ ആ കുടുംബം മാപ്പ് കൊടുക്കണം. ഗൾഫിൽ പോകുന്ന മലയാളികൾ 3 ടൈപ്പ് മലയാളികളാണ് ഗൾഫിൽ പോകും. ഒന്ന് നല്ല ജോലിയുള്ള ആളുകൾ, നല്ല അടിച്ചു പൊളിച്ചിട്ട് അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുന്ന ആളുകൾ, അവർക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സമയത്ത് പോലും 1 ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് ഗൾഫിലേക്ക് ഫാമിലിയെ കൊണ്ടുപോകുന്ന, ദുബായിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ട്. അത്ര ഒരു സമ്പന്നരായ ഒരു കൂട്ടം ആളുകൾ. രണ്ടാമതൊരു കൂട്ടർ മിഡിൽ ക്ലാസ്സുകളായ ആളുകളാണ്. അവിടെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളാണ്. പക്ഷെ എന്നാലും പ്രയാസമുണ്ട്, എന്നാലും ചെറിയ തോതിലൊക്കെ കൊണ്ടുപോകുന്നു. എങ്ങാണ്ട് വല്ല ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നാൽ കുടുങ്ങിപ്പോകും, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നവരും. മൂന്നാമതൊരു വിഭാഗമുണ്ട് അടിസ്ഥാന പ്രവാസി വർഗ്ഗങ്ങൾ. ഇങ്ങനെ കഫ്തീരിയയിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന, വീട്ടിൽ നാട്ടിലൊരു വീടുണ്ടാക്കാൻ പരമാവധി ലോൺ എടുത്ത് ഒരു ദിവസം പോലും ഒരു എൻ്റർടൈൻമെൻറ്റും പോണില്ല, ഒരു പബ്ബിലും പോണില്ല, ഒരു സ്പാലും പോണില്ല, ഒരു ആഘോഷങ്ങളും ഇല്ല, അവിടെ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് കരുതിയിട്ട് ഗൾഫിൽ പട്ടിപ്പേറ് പണിയെടുക്കുന്ന സാധാരണ പ്രവാസികൾ. ആ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ 4, 5, 6 ആളുകളുണ്ടാവും. അവിടെ ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് അവിടുത്തെ. അങ്ങനെ നമ്മൾ കാണുന്ന പ്രവാസത്തിൻ്റെ സന്തോഷങ്ങൾക്കപ്പുറം ദുരിതത്തിൻ്റെ ഒരു മുഖമറയുള്ള അല്ലെങ്കിൽ മറ്റൊരു ലോകമുള്ള പ്രവാസികൾ. ആ പ്രവാസികൾക്കിടയിലൊക്കെ ചെറിയ ഇഷ്യൂസ് വന്നാൽ മതി, മൈൻഡ് ഭയങ്കര, ഗൾഫിൽ നിൽക്കുന്നവരൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്ന സന്തോഷങ്ങൾക്ക് അപ്പുറം വലിയ പ്രയാസത്തിലാണ്. പരമാവധി നമ്മൾ ഗൾഫുകാരെ കുറിച്ച് കേൾക്കുന്ന ഒരു വാർത്തയും കാര്യങ്ങളും എന്താണ്, അത്രയും സഹകരിക്കുന്നവരാണ്, ത്യാഗം ചെയ്യുന്നവരാണ്, നല്ല ഫ്രണ്ട്സാണ്. ഇതാണ് നമ്മൾ ഗൾഫുകാരെ കുറിച്ച് പൊതുവേ കേൾക്കാറ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗൾഫിൽ പോകാനാണെങ്കിൽ മറ്റവന് കാശ് എടുത്തിട്ട് ഇവർക്ക് വേണ്ടിയുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അങ്ങനെ അത്രയും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നവരാണ് പൊതുവേ പ്രവാസികൾ. പ്രവാസികൾ എന്നല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി താമസിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക, പ്രത്യേകിച്ച് മലയാളികൾ. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായിട്ട് ഈ സംഭവം വല്ലാത്തൊരു വേദനയായി. ആ മരണപ്പെട്ടു പോയ ഒരാൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏകദേശം ചെയ്തു വരുന്നുണ്ട് എന്നാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇന്നാണോ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ വളരെ ദൗർഭാഗ്യകരം എന്നേ പറയാൻ കഴിയുള്ളൂ. 2 കുടുംബങ്ങളും നിസ്സഹായരാണ്. ആ ഒരു കൊലപാതകിയായ ഒരാളുടെ ഷമീറിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഞാൻ അതും ആലോചിച്ചാൽ ആ വീട്ടുകാരും എന്താ ചെയ്യുക, മകൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, മറ്റൊന്നും ചെയ്യാനില്ല, അവർ നിസ്സഹായരാണ്. പറ്റിപ്പോയി എന്നുള്ളൊരു വാക്കല്ലേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. മറ്റൊന്നും അയാളൊരു പക്ഷേ ചെയ്ത ആളും ആ ദേഷ്യമൊക്കെ കഴിയുമ്പോഴേ, നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം കഴിയുമ്പോൾ കുറ്റബോധം ഉണ്ടാവും. കുറ്റബോധത്തിനപ്പുറം ഒന്നും ജീവൻ നമുക്ക് തിരിച്ചും കണ്ട് കൊണ്ടുവരാൻ കഴിയില്ല. നമുക്കൊരാളെ അടിച്ചാൽ, മുഖത്ത് മുറിവേറ്റാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല ചികിത്സ കൊടുത്തിരുന്നത് മാറും. കയ്യും കാലും ഒടിച്ചാൽ അത് മാറി നേരാവും. പക്ഷേ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് നമുക്ക് നൽകാൻ പറ്റാത്തൊരു സാധനം. ഒരു ഹോസ്പിറ്റലിലോ ഒരു സയൻസിനൊന്നും നമുക്കൊരാൾ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം വളരെ ഒരു ചെറിയൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണല്ലോ. ഒരുപാട് സ്ഥലത്ത് പ്രചരണങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, ടി വിയിലും മറ്റും വാർത്തയിലൊക്കെ കാണുന്നുണ്ട്. എവിടെ ചെന്നാലും വളരെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവുണ്ട്. എൻ്റെ മൈൻഡിൽ തോന്നിയൊരു നേതാവാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ നേതാവും. എനിക്കങ്ങനെ എവിടെ ചെന്നാലും വലിയ ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും സൃഷ്ടിക്കുന്ന, ഏത് മണ്ഡലത്തിൽ ചെന്നാലും ഇത്രയും വലിയ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള, കേരളത്തിൻ്റെ ഏത് സ്ഥലത്തും വലിയൊരർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആരാധകരുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് ഷാഫി പറമ്പിൽ MP. അദ്ദേഹം എവിടെ ചെന്നാലും അവിടെ വലിയ ആൾക്കൂട്ടം ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് തോന്നിയ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രചരണങ്ങളൊക്കെ നടക്കാമല്ലോ, നിങ്ങൾക്ക് തോന്നിയ ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവിൻ്റെ പേര് ഷാഫി പറമ്പിലാണ്. നിങ്ങളുടെ ആൻസറെങ്കിൽ, എൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ ഒരാളുടെ പേര് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് തൃത്താല വന്നാലും, പാലക്കാട് വന്നാലും, തൃക്കരിപ്പൂർ വന്നാലും, പേരാമ്പ്ര വന്നാലും, എവിടെ ചെന്നാലും ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് അൻസാർ കോളേജ് വന്നപ്പോൾ എവിടെ നോക്കുമ്പോഴും ഇദ്ദേഹത്തോട് തോന്നുന്നൊരു സ്നേഹവും അദ്ദേഹത്തോട് തോന്നുന്ന ഒരു അടുപ്പവും ആളുകളുടെ ഒരു ഇഷ്ടവും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അദ്ദേഹത്തിനെതിരെ ഭയങ്കര പ്രതിഷേധമാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉണ്ടാക്കുന്നൊരു ഓളം, അതൊരു വലിയൊരു ഇഷ്ടക്കേടുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ഇത്രയും ക്രൗഡ് പുള്ളറായ മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ്. എൻ്റെ ഉത്തരം ഷാഫി പറമ്പിൽ നിന്നാണ്. ഇനി നിങ്ങളുടെ ഉത്തരം എന്താണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. ഞാൻ നിലവിലുള്ളൊരു സ്ഥിതി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആ രാഷ്ട്രീയക്കാരൻ ഈ രാഷ്ട്രീയം എന്നൊന്നും കരുതണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രൗഡ് പുള്ളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.